ഒരു വണ്ടിക്കകത്ത് നല്ല നാടൻ പച്ചക്കറിയൊക്കെ ആയിട്ട് ഒരു ചേട്ടനുണ്ട്. എല്ലാം നാടൻ സാധനങ്ങളാണ്. ഇതിന് എത്ര രൂപയാ? അത് 30 രൂപ 40 രൂപയൊക്കെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലാണ്. ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ എടത്വ ചങ്ങങ്കരി റോഡിലാണ്. ഇതേ ഒരു വണ്ടിക്കകത്ത് നല്ല നാടൻ പച്ചക്കറിയൊക്കെ ആയിട്ട് ഒരു ചേട്ടനുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കർഷകനാണ്, സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഇതുപോലെ ഈ റോഡിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് വിൽക്കും. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് പ്രസാദ്. ഈ വണ്ടിക്കകത്ത് മൊത്തത്തോടെ ഇങ്ങനെ എടുത്തോണ്ട് വരുവാന്ന് തോന്നുന്നു. എവിടെ കൃഷി ചെയ്യുന്നത്? ഇവിടെ തന്നെ പറിക്കുന്നു, ഇവിടുന്ന് തന്നെ പറിക്കുന്നത്. സ്വന്തമായിട്ട് കൃഷിയുണ്ട്? സ്വന്തമായിട്ട് കൃഷി. എല്ലാം നാടൻ സാധനങ്ങളാണ്. എല്ലാം നാടൻ സാധനം. ദേ നോക്കിക്കേ, ഇന്ന് എന്തൊക്കെയാ ഉള്ളത്? ഇന്ന് പാവയ്ക്ക നല്ല നാടൻ പാവയ്ക്കുണ്ട്, മത്തങ്ങ ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, വെള്ളരിക്കയുണ്ട്, പടവലങ്ങ ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ തന്നെയാണോ നിൽക്കുന്നത്? എല്ലാ ദിവസവും ഇവിടെയാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. സ്ഥലത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ അടിപൊളി സ്ഥലമാണ്. എത്ര വർഷമായിട്ട് ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ ഒരു 15 വർഷമായി. അപ്പൊ ഒരുപാട് പേർ ഇവിടെ റോഡിൽ കൊണ്ടിരിക്കും. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ കൃഷി എന്ന് പറയുന്നത്. ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണോ അത് ചെയ്യുന്നത്, അതോ ആരെങ്കിലും ഹെൽപ്പിനുണ്ടോ? ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിളവെടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ സാധനം ചെലവായിക്കോളും. ആൾക്കാർ ഈ റോഡിലൂടെ വരുന്ന ആൾക്കാരെല്ലാം വണ്ടിക്കാർ വാങ്ങിച്ചോളും. ചേട്ടൻ എത്ര മണിയാകുമ്പോൾ വരും ഇവിടെ? രാവിലെ ഒരു 9 മണി 8 പറിച്ചോണ്ടൊക്കെ വരണ്ടേ? 9 മണിയാകും. ഇത് ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഇവിടെ കാണുമോ അതോ ചില സീസണിൽ മാത്രമല്ലേ കാണത്തുള്ളൂ? ആ സീസണിലേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിയിട്ട് 2 മാസമായി. ഇനി ഒരു 2 ആഴ്ച കൂടെ കാണത്തുള്ളൂ. ഇത് കഴിയുമ്പോൾ 2 ആഴ്ച കൂടെ കാണത്തുള്ളൂ. ഇനി 2 ആഴ്ച കൂടെ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ തീരും. പിന്നെ അടുത്ത സീസണിലേ ഉള്ളൂ. ഇവിടെ വെള്ളം കയറുന്നതാവും. കൃഷി കഴിയും. ചേട്ടന് നെൽകൃഷി ഉണ്ടോ? ഇല്ല, എനിക്ക് നെൽകൃഷിയൊന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ കുട്ടനാട്ടിലോട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി. കാരണം ഇതുവഴിയൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നാടൻ സാധനങ്ങൾ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പ്രയോജനമാകുന്ന ഒരു ചേട്ടനാണ്. സീസൺ സമയത്ത് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നാടൻ നോക്കിക്കേ, നല്ല അടിപൊളി സാധനമാണ് കേട്ടാ. ഇതിനകത്ത് മറ്റേ രാസവളങ്ങളും കാര്യങ്ങളൊന്നും ചേർക്കാത്തതാണല്ലേ? എല്ലാം നല്ല കിടിലൻ സാധനമാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇരിപ്പുണ്ട്. കുമ്പളങ്ങ ഇരിപ്പുണ്ട്. അതുപോലെ കൂമ്പിനൊക്കെ എന്ത് വില? ഇതിന് എത്ര രൂപ? അത് 30 രൂപ 40 രൂപ. 30 രൂപ 40 രൂപ വലിപ്പം അനുസരിച്ചിരും. ഏത്തവാഴ കൃഷി ഉണ്ടല്ലേ? അപ്പൊ കൊലയും കൊടുക്കുന്നുണ്ടോ? കൊല ഇവിടെ വിൽക്കത്തില്ല. കൊലയൊന്നും ചിലവാകും. വെള്ളരിക്ക ഉണ്ട്. എല്ലാം നാടൻ സാധനങ്ങളാണ്. നാടൻ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ തന്നെ തീരും. ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ച്, ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഓരോ ദിവസം ഓരോരോ സാധനങ്ങളായിരിക്കുമോ? ഇത് തന്നെ ആയിരിക്കുമോ? ഇത് പിന്നെ പയറ് കാണും. കൊള്ളാം, എന്തായാലും നല്ല കച്ചവടമാണേ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം ചേട്ടനെ സപ്പോർട്ട് ചെയ്യും. ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാം നാടൻ സാധനങ്ങളാണ്. സൂപ്പർ സ്ഥലമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗംഭീര സ്ഥലമാണ്. ഇവിടെ മിക്കവാറും ആൾക്കാരൊക്കെ ഇറങ്ങി ഈ സൈറ്റ് വിസിറ്റിങ്ങിനൊക്കെ വരുന്ന സ്ഥലമാണ്. മനോഹരമായിട്ടുള്ള 2 സൈഡിലും നെൽപ്പാടങ്ങളും. ഈ കാത്തിരിപ്പാണ് കൃഷി. ഈ നെൽകൃഷിയോടൊപ്പം തന്നെ കുട്ടനാട്ടിൽ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാടൻ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. നമുക്ക് പാലക്കാടിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയില്ലേ, അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്ന് കുട്ടനാട് വരെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോഴാണ് ഈ ഒരു ചേട്ടനെ കണ്ടത്. ചേട്ടൻ്റെ ഇന്ന് പപ്പരക്കായും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ല കിടിലൻ സാധനമാണ്.